കൂടുതൽ അപകടകരമായ വകഭേദങ്ങളുമായി കോവിഡ് മഹാമാരി മുന്നേറവേ ആശങ്കപ്പെടുത്തുന്ന പുതിയ രോഗലക്ഷണങ്ങളും പുറത്തുവരികയാണ്. വരണ്ട വായയും വരണ്ട നാക്കും കോവിഡ് ലക്ഷണങ്ങളാകാമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സെറോസ്റ്റോമി എന്നറിയപ്പെടുന്ന വായ വരണ്ടു പോകുന്ന സാഹചര്യം കോവിഡ് അണുബാധയ്ക്ക് മുന്നോടിയായി വരുന്ന ലക്ഷണമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. പനി, തൊണ്ടവേദന പോലുള്ള മറ്റു ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് പോലെ തന്നെ അതിനു മുമ്പ് തന്നെ സെറോസ്റ്റോമിയ കോവിഡ് രോഗികളിൽ കാണാം. ശരീരത്തിന് ഉമിനീർ ഉൽപ്പാദിപ്പിക്കാനാകാതെ വരുമ്പോഴാണ് വായ വരളുന്നത്. ഇത് വായിൽ ബാക്ടീരിയ പോലുള്ള അണുക്കൾ തങ്ങി നിൽക്കാൻ ഇടയാക്കും. വായ്ക്കുള്ളിലെ പാളികളെയും മസിൽ ഫൈബറുകളെയും വൈറസ് ആക്രമിക്കുമ്പോഴാണ് സെറോസ്റ്റോമിയ സംഭവിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ചില മരുന്നുകൾ, ടൈപ്പ് 1 പ്രമേഹം, ഹൈപ്പർ തൈറോയിഡിസം, ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, കിഡ്നി രോഗം, വൈറ്റമിൻ്റെ അഭാവം, മറ്റ് അണുബാധകൾ ഇവയെല്ലാം വരണ്ട വായ്ക്ക് കാരണമാകാം. എന്നാൽ അടുത്തിടെ മാത്രമാണ് കോവിഡ് സംബന്ധമായി ഈ ലക്ഷണം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കൊറോണ വൈറസിന്റെ കോശങ്ങൾക്കുള്ളിൽ കയറാൻ സഹായിക്കുന്ന ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം 2 റിസപ്റ്റേഴ്സ് വായിലെ കോശങ്ങളിലും ധാരാളമുണ്ട്. ഇതിനാൽ വൈറസ് വായുവിലൂടെയും ശരീരത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കും. വരണ്ട വായ പോലെ തന്നെ മറ്റൊരു കോവിഡ് ലക്ഷണമാണ് വരണ്ട നാക്ക്. കോവിഡ് ടങ്ക് എന്നുകൂടി ഈ ലക്ഷണം അറിയപ്പെടുന്നു. ഇതിന്റെ ഭാഗമായി നാക്ക് വിണ്ടു കീറുകയും അതിനൊരു വെള്ള നിറം രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ 2 ലക്ഷണങ്ങൾ വരുന്ന രോഗിക്ക് ഭക്ഷണം ചവയ്ക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. മറ്റു ലക്ഷണങ്ങൾക്ക് മുമ്പ് തന്നെ വരണ്ട നാവും വായും പ്രത്യക്ഷപ്പെടുന്നാൽ തന്നെ കോവിഡ് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും രോഗിയുടെ ഐസൊലേഷനുമെല്ലാം ഇത് സഹായമാകും. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.